അതുപോലെ NF-ന്റെ ഒരു പ്രത്യേകത എഴുത്തുകാരോട് ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്. ഒരു സംവിധായകനൊപ്പം തന്നെ എഴുത്തുകാരെ കാണുന്ന വ്യക്തിയാണ് പുള്ളി. കാരണം പുള്ളി എപ്പോഴും അധികം നടന്മാർ തുറന്നു പറയാത്തൊരു കാര്യം പുള്ളി പറയാറുണ്ട്. അതായത് ഏതെങ്കിലും കഥാപാത്രത്തിന് നാടകത്തിലായാലും സിനിമയിലായാലും കയ്യടി കിട്ടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളി പറയും അത് ആ നടന് കിട്ടിയ കയ്യടിയല്ല, അത് എഴുത്തുകാരന് കിട്ടിയ കയ്യടിയാണ്. ആ സിറ്റുവേഷൻ എഴുതി വെച്ചേക്കുന്ന സിറ്റുവേഷന്റെ കയ്യടിയാണത്. അത് ഞാൻ പറഞ്ഞാലും മമ്മൂട്ടി പറഞ്ഞാലും മോഹൻലാൽ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ കയ്യടി കിട്ടും. അത് സിറ്റുവേഷന്റെയും ആ ഡയലോഗിന്റെയും പ്രത്യേകത. അതധികം ആരും തുറന്നു പറയാത്തൊരു കാര്യമാണ്. അത് പുള്ളി പറയും. അറിയാത്ത കാര്യമല്ല, തുറന്നു പറയാത്ത കാര്യമാണ്. അല്ല, വർഗീസ് എന്നോടും പറയാറുണ്ട്, ഇത് എഴുത്തുകാരനില്ലെങ്കിൽ നടനില്ലടോ എന്ന് അയാൾ പറയാറുണ്ട്. എഴുത്തുകാരൻ എഴുതി വെക്കുന്നത് പറയുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് കയ്യടി കിട്ടുന്നത്. പിന്നെ ഈ സ്വന്തം കുറ്റങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പലരും മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുമല്ലോ, സ്വന്തം കുറ്റങ്ങൾ. അത് ഇവിടെയും പറയാറുള്ളല്ലോ അത്തരം കാര്യങ്ങൾ. പുള്ളി എപ്പോഴും പറയാറുള്ളൊരു കാര്യം, എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ നാക്കാ എന്ന് സ്വയം പുള്ളി പറയാറുണ്ട്. അതുപോലെ സ്ഥിരമായി പുള്ളി ആരോടും അങ്ങനെ വഴക്ക് വെച്ചുകൊണ്ടിരിക്കാറില്ല. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വലിയ ആത്മമിത്രങ്ങളായിരുന്നു. പുള്ളിയുടെ എല്ലാ രഹസ്യങ്ങളും പറയുന്ന ഒരാൾ അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾ ഞാനായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കരമായ വഴക്കിടും. പക്ഷെ അന്ന് വൈകിട്ട് പുള്ളി വിളിച്ചിട്ട് പിന്നെ പുള്ളി ഇതെല്ലാം മറന്നു. പിന്നെ പുള്ളി വന്നിട്ട് പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും മറ്റതങ്ങനെ ചെയ്യണ്ടോ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അത് സാധാരണയിൽ ചിലർക്ക് അങ്ങനെയല്ല, വഴക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസത്തേക്ക് പിന്നെ മിണ്ടത്തില്ല. ഇതങ്ങനെയല്ല, അന്ന് തന്നെ പുള്ളി അത് വിട്ടു. ഞാനൊരു കാര്യം എന്നെ പറ്റി പറയണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഈ കോമഡി മിമിക്സും പിന്നെ ഞാനൊന്നൊരു പ്രോഗ്രാം എടുക്കാനായിട്ട് പോകുമ്പോൾ ഓരോ താരങ്ങളുടെ വീട്ടിൽ വന്ന് റെക്കോർഡ് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. നമ്മളിപ്പോ ഇവിടെ വീഡിയോ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അന്നൊരു 5-6 പേരുടെ എടുക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്കത് മുതലാവില്ല. അപ്പം മണിയുടെയൊക്കെ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം NF-ന്റെ വീട്ടിൽ രാവിലെ 9 മണിക്ക് 8:30 മണിക്ക് എത്തി. NF ഒരു അരമണിക്കൂർ കൊണ്ട് തീർത്തു. ഒരു 10-12 അനൗൺസ്മെന്റ് നമ്മുടെ സാജൻ പള്ളിരുത്തി പറഞ്ഞ പോലെ ഷൂന്ന് തീർത്തു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത സലീംകുമാറിൻ്റെ അടുത്ത് പോകാണ്ട്, നാരായണൻകുട്ടിയുടെ അടുത്ത് പോകാണ്ട്, ജയറാമിൻ്റെ അടുത്ത് പോകാണ്ട്. പക്ഷെ NF-ആയിട്ടിരുന്ന് സംസാരിച്ചിട്ട് 9:30 മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് 10:30, 11:30, 12:30 വരെ ഇരുന്ന് സംസാരിക്കുക. ഞങ്ങൾ സന്നിധിൻ്റെ കാര്യം, ആബലച്ചൻ്റെ കാര്യം, ആബലച്ചൻ ജീവിച്ചിരിക്കുകയാണ്. അതുപോലെയുള്ള ഓരോരുത്തരുടെ കാര്യവും, നാടകത്തിൻ്റെ കാര്യം, നാടകം കുറേ അഭിനയിച്ച് കാണിക്കുന്നു. ഈ മരിച്ചുപോയവരുടെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ പിരിഞ്ഞ് പിറ്റേ ദിവസം 12:30 മണിക്കാണ് ഞാൻ ഈ സാഡ് ന്യൂസ് അറിയുന്നത്, NF പോയി എന്നുള്ളത്. അതായത് 24 മണിക്കൂർ മുമ്പ് ഞങ്ങളൊരു 3 മണിക്കൂർ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് പറയുമ്പോൾ നമ്മുടെ ദേഹം എല്ലാം ഇങ്ങനെ കൊരുത്തിരിക്കും. അപ്പോൾ അത് അദ്ദേഹം അറിയുന്നില്ല 24 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തു നിന്ന് വിട പറയുകയാണെന്ന്. ഞാൻ അന്ന് സ്കൂട്ടറാണ്, എനിക്കന്ന് കാറില്ല. പക്ഷേ എനിക്കന്ന് സ്കൂട്ടർ ഓടിക്കാൻ സാധിച്ചില്ല. ഞാൻ സ്കൂട്ടർ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരു വണ്ടി വിളിച്ചിട്ട് ഞാൻ ആലുവയിൽ പോയത്. കാരണം അത്രയും ഷോക്കായിപ്പോയ എല്ലാവരും ഷോക്കായിപ്പോയി. പക്ഷേ അത്ര മണിക്കൂറുകളിരുന്ന് ഞങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് ഒരു സംഭവം അഭിനയിച്ച് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറ എടുക്കട്ടെ. അപ്പോൾ ക്യാമറ ഗ്രൂപ്പ് എല്ലാം കാരണത്തിരിക്കുക. എനിക്ക് 3 മണിക്കൂറിൻ്റെ നഷ്ടമാണ്. പക്ഷെ എന്നാലും NF-ആയിട്ടുള്ള ആ ഒരു വർത്തമാനത്തിൻ്റെ സുഖത്തിൽ ഞാൻ പറഞ്ഞു ഈ സാധനം ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ, NF പല രീതിയിൽ അഭിനയിക്കുന്നു, ഇതൊന്ന് ഷൂട്ട് ചെയ്യട്ടെ എന്ന് പറയും. അപ്പോൾ വേണ്ടോ താൻ 1 മാസം കഴിഞ്ഞു വാ, അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ട് ഈ സാധനം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട്